സാധാരണ ആൾക്കാർക്ക് ജന്മദിന ആശംസകളൊക്കെ ആൾക്കാരെ അറിയിക്കുമല്ലോ. അറിയിക്കുമ്പോൾ അതിന്റെ താഴെ അത് കാണുന്നവരെല്ലാം എന്താ ചെയ്യുന്നത്? സെയിം വിഷ്, ഹാപ്പി ബർത്ത്ഡേ ആശംസകൾ അറിയിക്കാം. പക്ഷെ ഇന്ന് ഞാൻ ഒരു ബർത്ത്ഡേ വിഷസ് കണ്ടു. അതിന്റെ താഴെ മുഴുവൻ നിങ്ങൾ സൂക്ഷിച്ചോ, ഈ ബർത്ത്ഡേ ആശംസിച്ചവർ നിങ്ങളെ വെറുതെ വിടില്ല, അടുത്ത ലക്ഷ്യം നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് തുടരെ തുടരെ ഒരു കുറേ ആയിരക്കണക്കിന് കമന്റുകളാണ് വന്നിരിക്കുന്നത്. അതായത് ബർത്ത്ഡേ വിഷ് ചെയ്ത ആളിനെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട്. ആരായിരിക്കും ബർത്ത്ഡേ വിഷ് ചെയ്തതെന്ന് സൗവർണിക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? ഷാഫി പറമ്പിലിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എന്തായാലും റിനി ആൻഡ് ജോർജ് ആണ് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുള്ളത്. ഷാഫിയോടൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ജന്മദിനാശംസകൾ അറിയിച്ചത്. അടുത്ത സുഹൃത്തുക്കളായിരിക്കും. സുഹൃത്തുക്കളായിരുന്നു കൊണ്ടാണല്ലോ പണി കൊടുക്കുന്നത്. എന്നോട് മോശമായി ഒന്നും പെരുമാറിയിട്ടില്ല, നവീകരിക്കപ്പെടണം എന്ന് മാത്രമേ ഇപ്പോഴും ആ വ്യക്തി. പിന്നെ ആ ആളെ എനിക്ക് ഭയങ്കര ക്രഷ് അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ക്രഷ് അടിച്ച് സ്നേഹത്തോടെ ഇരുന്ന ഒരാൾക്കാണ് നല്ല രീതിയിൽ പണി കൊടുത്തത്. നൈസായിട്ട് ഒരു ഇന്റർവ്യൂവിന് വന്നിരുന്ന് അങ്ങ് പറഞ്ഞ് ആ പോർഷൻ എടുത്തു വെച്ച് അങ്ങ് വൈറലാക്കുകയും ചെയ്തു. തുടർന്ന് ഇത് ഒരു സ്ക്രിപ്റ്റഡ് ഡ്രാമ പോലെയായിരുന്നു ആ സംഭവങ്ങളെല്ലാം തുടരെ തുടരെ നടന്നത്. പക്ഷെ പൊളിഞ്ഞത് എവിടെയാണെന്ന് വെച്ചാല്, ആ പ്രശ്നം കോൺഗ്രസ് വളരെ മാന്യമായി ഹാൻഡിൽ ചെയ്തു. അവിടെയാണ് ഇവർ കൈവിട്ടുപോയി. അല്ലായിരുന്നെങ്കിൽ ഇതിന്റെ വാലിൽ തൂങ്ങി ഷാഫിയെയും മറ്റു യുവ നേതാക്കളെയും കോൺഗ്രസിനെ എല്ലാം തറപറ്റിക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ അതൊന്നും നടന്നില്ല. അല്ല, അത് ഒരു പരിധിവരെ ഷാഫിയെ വേട്ടയാടുക തന്നെ ചെയ്തു. മാധ്യമ പ്രവർത്തകരടക്കം പാർട്ടി ഇങ്ങനെ ഒരു നിലപാടെടുത്തു. രാഹുലിനെ പുറത്താക്കിയിട്ടും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കേട്ടത് ഷാഫി പറമ്പിലാണ്. ഇന്നും ഷാഫി പറമ്പിലിന്റെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് ചേച്ചി നോക്കിക്കഴിഞ്ഞാൽ രാഹുലിനെ പറ്റി ചോദിക്കാത്ത, അല്ലെങ്കിൽ ഈ പ്ലാനിന്റെ ഭാഗമായിട്ടുള്ള കുറെ അക്കൗണ്ടുകളായിരിക്കും, അല്ലാതെ പൊതുജനങ്ങൾ ആരും പൊതുജനം അല്ലെങ്കിൽ ഒരു കമന്റെങ്കിലും അത് രാഹുലിനെ റിലേറ്റഡ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് ഷാഫി, എനിക്ക് തോന്നുന്നു രാഹുലിന്റെ വിഷയത്തിൽ ആദ്യം ഷാഫിയാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തതും. എനിക്ക് തോന്നുന്നു CPM ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് പല CPM അനുകൂല ഗ്രൂപ്പുകളിലും നടന്ന ഡിസ്കഷൻ പോലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒന്നിനെ ഞങ്ങൾ ഒതുക്കി, അടുത്തത് ഷാഫിയാണ്, എണ്ണിവെച്ചോ എന്ന രീതിയിൽ പലതരത്തിലുള്ള കമന്റുകളും പോസ്റ്റുകളും കണ്ടിരുന്നു. ഉറപ്പായിട്ടും അടുത്ത ഷാഫിയെ തന്നെയാണ് അവർ ലക്ഷ്യമിട്ടത്. അത് അതിനെ കൂടുതൽ ഉറപ്പിക്കുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഇന്നത്തെ ബർത്ത്ഡേ വിഷസ്. അതിന്റെ താഴെ ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട്, ഷാഫി സൂക്ഷിച്ചോ, അടുത്ത ഷാഫിയാണ് അവർ പരിഗണിക്കുന്നത്. അതിപ്പോ CPMന്റെ ഒരു രീതി എടുത്താൽ നമുക്കറിയാം, അടുത്തത് ഷാഫിയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ നോക്കിയിരിക്കുക. വീണ് കിട്ടണ്ട, അതൊക്കെ അവർ ഉണ്ടാക്കിക്കോളും എന്ന് നമ്മളിപ്പോ കണ്ടതല്ലേ. അവർക്കറിയാം എവിടെ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. പഴയ ആ സന്ദേശ സിനിമയിലെ ആ ഒരു ശങ്കരാടിയുടെ കഥാപാത്രം പറയുന്ന ആ ഡയലോഗ് ഉണ്ടല്ലോ, ചെറുപ്പക്കാരൻ ഒരാൾ വളർന്നു വരുന്നുണ്ട്, അപ്പൊ അതിനെ പെണ്ണ് കേസിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ചെയ്തത്. ഇപ്പൊ അതിന്റെ അർത്ഥം രാഹുൽ പുണ്യാളൻ എന്നല്ല നമ്മൾ പറയുന്നത്. കാരണം രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ രാഹുൽ ആരോപണ വിധേയനായതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിനെ പുറത്താക്കേണ്ടി വന്നത്. അല്ല, രാഹുലിനെ സംരക്ഷിക്കാനുള്ളതൊന്നും രാഹുലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതില് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പൂർണ്ണ ബോധ്യത്തിൽ, ആ ഒരു വാക്കിലാണ്, പൂർണ്ണ ബോധ്യപ്പെട്ടതിന്റെ പേരിലാണ് രാഹുലിനെതിരെ നടപടിയെടുത്തത്. പക്ഷെ ആ ഒരു ഇത് വെച്ചിട്ട് ഇനി എല്ലാ കോൺഗ്രസുകാരെയും പെൺവിഷയത്തിൽ കൊടുക്കാമെന്ന് ഇവരാരും കരുതണ്ട. അത് മാത്രമല്ല ചേച്ചി, നമ്മളെപ്പോഴും പറയുന്നതാണ്, കോൺഗ്രസിന്റെ ഒരു അല്ലെങ്കിൽ രണ്ടാം നിര വളരെ സജീവമാണ്. അതിലെനിക്ക് തോന്നുന്നു ഷാഫി പറമ്പിലിന് കിട്ടുന്ന, ഇപ്പോ നിലവിൽ ഷാഫി പറമ്പിൽ വടകര MP ആണ്. ഇതിനൊക്കെ അപ്പുറം കേരളത്തിൽ എല്ലായിടത്തും ഷാഫിക്ക് ഫാൻസ് ഉണ്ട്. അതിപ്പോ പാർട്ടിയൊന്നും അല്ല. അവിടെ ഇപ്പോ ഒരു കോൺഗ്രസ്സുകാരനാകണമെന്നില്ല, UDF ആണെന്നില്ല, ചില CPMകാർക്ക് പോലും ഷാഫിയോട്, അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്കൊക്കെ ഷാഫിയോട് വലിയ ഇഷ്ടമാണ്. നമ്മൾ രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ കിട്ടുന്ന പോലെ ഒരു സ്വീകാര്യത ഷാഫി പറമ്പിൽ കിട്ടുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു അതേ സ്വീകാര്യത കിട്ടുന്ന ഒരു വ്യക്തിയാണ് ചാണ്ടിയുമ്മൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്വീകാര്യത കിട്ടുന്ന യുവ നേതാവ് എന്ന് പറയുന്നത് കേരളത്തിൽ ഷാഫിയാണ്. അത് സ്വാഭാവികമായും CPMനെ അലട്ടും. എനിക്ക് തോന്നുന്നില്ല CPMൽ ഒരു നേതാവിന് അല്ലെങ്കിൽ ഒരു യുവ നേതാവിനും ഇത്രത്തോളം ഒരു സ്വീകാര്യത കിട്ടുന്നുണ്ടെന്ന്. അതൊക്കെ ഇവർക്ക് തലവേദനയാണ്. വളർന്നു വന്നാൽ, അല്ലെങ്കിൽ ഷാഫി ഇതേ ലെവലിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാല്, സാധാരണഗതിയിൽ കമന്റ് ബോക്സിലൊക്കെ പറയാറാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വരാനുള്ള പയ്യനാണ്, ചെറുക്കനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ്, ജൂനിയർ ഉമ്മൻചാണ്ടിയാണ് എന്നൊക്കെ. അത് സൈബർ ലോകത്ത് ഈ പറയുന്ന പോലെ ചിലപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നതായിരിക്കും. പക്ഷെ അവർ പറയുന്നത് ഷാഫി പോകുന്നിടത്തെല്ലാം ആൾക്കൂട്ടമുണ്ട്, ഉമ്മൻചാണ്ടി ഇങ്ങനെ ആയിരുന്നു, ഉമ്മൻചാണ്ടി ക്രൗഡ് പുള്ളർ തന്നെയാണ് ഷാഫി എന്ന് പറയാം. പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, ഇപ്പോ രാഹുലിനെ പാർട്ടി കോൺഗ്രസ് പുറത്താക്കി. അപ്പോ ഈ CPMലുള്ളവരെല്ലാവരും പുണ്യാളന്മാരാണെന്നാണോ പറയുന്നത്? അവരെ എല്ലാം പാർട്ടി ചേർത്ത് നിർത്തുന്നുമുണ്ട്. ഇപ്പോ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർക്കെതിരെ പോലും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. MLA-മാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീ വിഷയത്തിൽ മാത്രമല്ല, പല സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉള്ളവരെ പോലും ആ പാർട്ടി സംരക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ആ പാർട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ ഇതുവരെ? ഇല്ല.
അപ്പൊ അതാ പറയാം, നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്ക് പറഞ്ഞുകൂടാ എന്ന് പറയുന്നത് സത്യമാണ്. ഒരു വിഭാഗം ഇപ്പോഴും പറയുന്നുണ്ട് രാഹുലിനെ എന്തിനാണ് പുറത്താക്കിയത്, CPM-കാർ പുറത്താക്കിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ LDF അല്ലെങ്കിൽ ഇടതുമുന്നണി അവരെ ചേർത്ത് നിർത്തുന്നില്ലേ, പിന്നെ എന്തിനാണ് കോൺഗ്രസ് ഇത് ചെയ്തത്, വേണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പോഴും കോൺഗ്രസിലുണ്ട്. സ്ത്രീ വിഷയം പോട്ടെ, ഈ സ്വർണ്ണക്കൊള്ള അഴിമതിയിൽ പോലും SIT ചോദ്യം ചെയ്ത് ആ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത് മുൻമന്ത്രിയായിരുന്ന ആളെ ചോദ്യം ചെയ്തു, MLA ആയിട്ടുള്ള ആളെ ചോദ്യം ചെയ്തു, ഇങ്ങനെയുള്ള പല പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. എന്നിട്ട് പോലും പാർട്ടി അവർക്കെതിരെ ഒന്നും ഒരു നടപടി എടുക്കുന്നില്ല. എന്നിട്ടും അവർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് എന്താണ് ചെയ്യുന്നത്? ഈ സ്വർണ്ണക്കൊള്ള UDF-ന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തലയിലേക്ക് വെക്കാനുള്ള ശ്രമങ്ങൾ അവർ ഒറ്റക്കെട്ടായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്താ പാർട്ടി ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് പത്മകുമാറിനെ പുറത്താക്കിയില്ല എന്ന് ചോദിക്കുന്നുണ്ടോ? ഇല്ല, ചോദിക്കുന്നില്ല. പിന്നെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ CPM-ന്റെ അവിടുത്തെ ഓഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഓഡിറ്റിംഗ് ചെയ്ത ആൾ പറയുന്നു കണക്കിൽ പിശകുണ്ട് എന്ന് കൃത്യമായി പാർട്ടിയെയും നേതാക്കളെയും ബോധ്യപ്പെടുത്തുമ്പോൾ നേതാക്കൾ എന്താ ചെയ്തത്? ഈ കുറ്റം ചെയ്തു, അതെങ്കിൽ പൈസ അട്ടിമറിച്ചു, പൈസ കട്ടെടുത്തു എന്ന് പറയുന്നവർക്കെതിരെ അല്ല നടപടി എടുത്തത്. അവരെന്ത് ചെയ്തു? ഇങ്ങനൊരു കാര്യം പാർട്ടിയെ ചൂണ്ടിക്കാണിച്ച ആ പാർട്ടിക്കാരനെ, അയാള് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയാണ്. 14 വയസ്സ് മുതൽ ആ വ്യക്തിയെയാണ് ഇവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. മാത്രമല്ല പാർട്ടി സെക്രട്ടറി അയാൾക്കെതിരെ വളരെ നിസ്സാരനാക്കിക്കൊണ്ടാണ് അയാൾ സംസാരിച്ചത്. ഇയാളെയൊക്കെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിക്കാൻ കഴിയുന്നത്? ഈ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളിനെ പാർട്ടിക്കെതിരെ പറയുന്നത് ആരെയും അംഗീകരിച്ച ചരിത്രം CPM-നുണ്ടോ? അതിന് ആരെയാലും ഇല്ലല്ല. പാർട്ടി എന്ന് പറഞ്ഞൊരു സാധനം, പാർട്ടി എന്ന് പറഞ്ഞാൽ അവർ ചില വ്യക്തികളിൽ കേന്ദ്രീകൃതമായി എപ്പോഴും ചില പാർട്ടി എന്ന് പറയുമ്പോൾ ചില വ്യക്തികളിൽ കേന്ദ്രീകരിച്ച് എന്നിട്ട് അവർ പറയും CPM എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയാണ് വലുത്, വ്യക്തികളല്ല. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? AKG സെന്റർ അതുപോലത്തെ ബിൽഡിങ്ങുകളാണോ ഈ പാർട്ടി എന്ന്? അല്ലല്ലോ. ആ തലപ്പത്ത് ആരിയ്ക്കുന്നോ ആ വ്യക്തിയാണ് ആ പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇവരുടെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ആ പാർട്ടിയിൽ എന്നും അവിടെ തലപ്പത്ത് ആരിയ്ക്കുന്നു ഒരാൾക്ക് അതിന്റെ പവർഫുൾ കാണും. ആ ആള് പറയുന്നത് പോലെ തന്നെയാണ് ആ പാർട്ടിയിലെ തീരുമാനങ്ങൾ മുന്നോട്ട്. അത് ഈ കീഴ്ഘടകം മുതൽ ഏറ്റവും മുകളിലത്തെ തട്ടുവരെയും ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. എന്നിട്ടും അവര് പറയും പാർട്ടിയാണ് വലുത്, വ്യക്തിയല്ല എന്ന്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുത്തത് ഒരു പെൺകുട്ടി വന്നു എന്നും സെൽഫി എടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പം കേൾക്കാതെ പോയി. അപ്പൊ പിന്നീട് അതിന്റെ വിശദീകരണങ്ങളുടെ ആ പെൺകുട്ടി പെൺകുട്ടിയെ വിളിച്ചു, സെൽഫി എടുക്കാനല്ല വന്നത്, ഒരു നിവേദനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, മുഖ്യമന്ത്രി അന്ന് വരുമ്പോൾ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. മുഖ്യമന്ത്രി എല്ലാ പരാതിയും കേട്ടിട്ടേ പോവുള്ളായിരുന്നു. എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്. പക്ഷേ സെൽഫി എടുക്കാനല്ല, നിവേദനത്തിനായാൽ പോലും ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡുമായി നടക്കുന്ന ഒരാളാണ് ഈ കേരളം ഭരിക്കുന്നത്. അല്ല, മുഖ്യമന്ത്രി വിളിച്ചു എന്ന് പറയുന്നുണ്ട്. ആ പെൺകുട്ടിയെ PR ടീം പറഞ്ഞ് ഇങ്ങനെ പോകരുത്. മുഖ്യമന്ത്രിയുടെ ഒരു ചിരി ഉണ്ടായിരുന്നു, ഏതോ ഒരു മീറ്റിംഗിൽ വന്നിരുന്നു പൊട്ടിച്ചിരിക്കുന്നു. നമുക്ക് കേട്ടോണ്ടിരിക്കാൻ ഇതെന്താണ് ഇപ്പൊ ഇവിടെ ചിരിച്ചത് എന്ന് തോന്നുന്ന രീതിയിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ പൂരം ഏത് വിഷയമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ആ ഏതൊരു വിഷയത്തിലാണ് ഭയങ്കര ചിരിയായിരുന്നു. അപ്പൊ അത് ജീവിതത്തിൽ ഇതുപോലെ ചിരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ അന്ന് ചിരിച്ചു. അതുപോലെ PR ടീം പറഞ്ഞു വിളിക്കുക, ആ പെൺകുട്ടിയെ വിളിച്ച് സംസാരിക്കുക, പിന്നെ ആ പെൺകുട്ടിയെ നമ്മുടെ പക്ഷത്താക്കി സെറ്റിൽ ചെയ്യും. അല്ല, CPM-ന്റെ ഒരു PR ടീമിനെ ഒതുക്കാൻ പറ്റുന്ന ആളല്ല ഷാഫി എന്ന് ഇപ്പോഴും CPM-ന് മനസ്സിലായിട്ടില്ല. എത്രത്തോളം സൈബർ ഹാൻഡിലുകളിൽ ഷാഫിയെ ഒതുക്കാൻ നോക്കിയാലും അതിനേക്കാളൊക്കെ കൂടുതൽ ഷാഫി വളർന്നു വരിക തന്നെ ചെയ്യും. എന്നിട്ടും എനിക്കതാ മനസ്സിലായത്, ഇവർക്ക് മനസ്സിലാകുന്നില്ലേ ഒരിക്കലും CPM-ന്റെ PR ടീമിനെ നിലവിലെ സാഹചര്യത്തിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല ഷാഫി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി, VD സതീശന്റെ പുതുയുഗ യാത്ര നടക്കുകയാണ്. ചേച്ചി കണ്ടോന്ന് എനിക്കറിയില്ല. സതീശന്റെ യാത്രയാണ്. ഈ പറയുന്ന പോലെ നല്ല ജനപിന്തുണയുണ്ട്. ജനപിന്തുണ നന്നായിട്ടുണ്ട്. രാഷ്ട്രീയ കേരളം കരുതിയിരുന്നില്ല ഇത്രയും വലിയൊരു പിന്തുണ ഈ പരിപാടിക്ക് കിട്ടും, അല്ലെങ്കിൽ ഈ യാത്രയ്ക്ക് കിട്ടുമെന്ന്. അവിടെയും ഹൈലൈറ്റ് ചെയ്ത് പറയപ്പെടേണ്ട ഒരു പേരെന്ന് പറയുന്നത് ഷാഫി പറമ്പിലിൻ്റെതാണ്. ഷാഫി പറമ്പിലിന് ഷാഫിയെ കാണാൻ തന്നെ ആളുകളുണ്ട്. ഷാഫി എന്താണ് വീഡിയോളം അല്ലെങ്കിൽ വീഡിക്കൊപ്പമാണ് ഷാഫി. ആ ഷാഫിയെ തകർക്കാൻ ഇവരെന്തൊക്കെ കളിച്ചാലും അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാര്യം ഷാഫി വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളുമായി വളരെ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു വടകര തെരഞ്ഞെടുപ്പോടുകൂടി ഷാഫി കുറച്ചുകൂടി എല്ലാവർക്കും പ്രിയങ്കാരനായി. ആദ്യം എനിക്ക് തോന്നുന്നു പാലക്കാട് MLA ആയിരുന്ന സമയത്തൊക്കെ യൂത്ത് കോൺഗ്രസ് അതിന്റെയൊക്കെ സമയത്തും ഷാഫിക്ക് ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നെങ്കിലും വടകര KK ശൈലജയെ പരാജയപ്പെടുത്തിയോടുകൂടി ഷാഫിയുടെ ഗ്രാഫ് കുത്തനെ ഉയർന്നു. ഇതിന്റെ ഈ ഗ്രാഫ് ഇടിക്കാനായിട്ട് ഇവരുടെ PR ടീമിന് കഴിയുമെന്ന് തോന്നില്ല. ഇവർ ഈ PR ടീം എന്ന് പറയുന്നത് സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ഒരു ടീമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അത്തരത്തിലാണ് ഇവരുടെ PR ടീം പോകുന്നത്. അതുകൊണ്ട് ഷാഫിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അത്ര എളുപ്പമല്ല. ഇനി റിനി ഷാഫിയെ നവീകരിക്കാൻ ശ്രമിക്കുമെന്നും അറിയില്ല. എന്തായാലും റിനിയുടെ നവീകരിക്കലൊന്നും ഇനി ഷാഫിക്ക് ആവശ്യമില്ല എന്ന് തന്നെ പറയാം.